എന്ന് കുറച്ച് കായ വറുത്തത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ചിപ്സ് കായ വറുത്തത് എന്നൊക്കെ പറയും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു പ്രഗ്നൻ്റ് ലേഡിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങാൻ താല്പര്യമില്ല, അമ്മയ്ക്ക് ഉണ്ടാക്കാനും അറിയാം. അപ്പോൾ എനിക്ക് റെസിപ്പിയും കണ്ട് പഠിക്കുകയും ചെയ്യാം, വീഡിയോസ് എടുക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാമെന്നെങ്കിൽ അറിയാം, എന്നാലും അപ്പോൾ ഐശ്വര്യമായിട്ടൊരു കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് അപ്പം തന്നെ കറണ്ട് പോകും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു. അത് കഴിഞ്ഞ് അമ്മ ഇത് കാണിച്ചു തരാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. എങ്ങനെ, കാരണം പഴത്തിന് ഉള്ളിൽ അതിന് വെട്ട് വീഴരുത് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ആദ്യമേ തൊലി കളഞ്ഞെടുത്തപ്പോൾ വെട്ട് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയൊന്നും അത് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആദ്യം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണിച്ചു തരാൻ പറഞ്ഞ് വരും. പിന്നെ മൊത്തം അമ്മ തന്നെ ആവും കേട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞ് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കാൻ വേണ്ടി പറഞ്ഞു. വേറെ എക്സ്ട്രാ കളേഴ്സോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർക്കാറില്ല. ഈ പഴം തോല് കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ വെള്ളത്തിൽ ഇട്ട് വയ്ക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മാക്സിമം ഒരു 2 മണിക്കൂറൊക്കെ ഇട്ട് വെച്ചാൽ അത്രയും നല്ലത്. പക്ഷേ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടും ക്ഷമയില്ലാത്തത് കൊണ്ടും പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അടുക്കള റാണി വന്നത്. അടുക്കള റാണിക്ക് അത് ചെയ്യണം, ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ എനിക്ക് ചെയ്യണം, അതെടുത്ത് തരുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ ഇത് സാധനം കറയായതുകൊണ്ട് നമുക്കങ്ങനെ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം മൂത്തോക്കി പറയാനും പറ്റില്ല, കാരണം അത് പിന്നെ ഭയങ്കര പ്രശ്നങ്ങളാവും അവിടെ. അപ്പോൾ എന്നോട് പറയണം അതൊന്ന് എടുത്ത് തരുമോ, അമ്മമ്മ എടുക്കുന്നുണ്ട്, എനിക്ക് എടുത്ത് താന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ പറഞ്ഞാൽ എടുത്ത് അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ കറയും ആവും അവളുടെ കയ്യിൽ. പുള്ളിക്കാരത്തേക്കാണെങ്കിൽ ഇങ്ങനെ കയ്യിലൊന്നും ആവുന്നതൊന്നും ഇഷ്ടമല്ല, എന്നാലും ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അവളും അത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതെടുത്ത് കൊടുത്തു, കത്തി കൊണ്ട് മുറിച്ച് കയ്യിൽ കൊടുത്തു കേട്ടോ, അധികം കറയാവാത്ത വിധത്തിൽ. പക്ഷേ അപ്പം തന്നെ അവൾക്ക് മനസ്സിലായി ഇതധികം നല്ല സുഖമുള്ള പരിപാടി അല്ലാന്ന്. അപ്പോൾ തന്നെ എനിക്ക് തിരിച്ചും തന്നു, സാധാ പഴം അല്ലാന്ന് വിചാരിച്ച് തന്നു കേട്ടോ. അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഒരു കുറച്ച് പഴം ഇങ്ങനെ ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചു. ബാക്കി പഴം എന്താണെന്ന് വെച്ചാൽ റെസിപ്പി കണ്ടു പഠിച്ചതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകും. അപ്പം എനിക്ക് അവിടെ പറയാമല്ലോ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണെന്ന്. അപ്പം അമ്മ ഇതൊക്കെ കഴുകി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം അപ്പം അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാണ് കേട്ടോ. അമ്മ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാനിത് പഠിച്ചത് എൻ്റെ അമ്മായിയമ്മ പഠിപ്പിച്ചതാണെന്നാണ്. കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അമ്മയാണ് ഇതൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ എനിക്കും ഈ റെസിപ്പി അമ്മായിയമ്മയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ തോലുകളില്ലേ, അത് കളയേണ്ട ആവശ്യമില്ല, നമുക്ക് വല്ല ഉപ്പേരിയൊക്കെ വെച്ച് കഴിക്കാം. നല്ല സാധനമാണ് നമുക്ക് കഴിക്കുന്നത്. കായയുടെ തൊലി ഇറച്ചിയുടെ ഗുണം ചെയ്യുന്നതാണ് പറയുന്നത് കേൾക്കുന്നത് കേട്ടോ. അതിന് ശേഷം ഇതേ കയ്യിൽ എന്തോ ആയി എന്ന് പറഞ്ഞാൽ അച്ഛനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി. എന്നിട്ട് എന്ത് കയ്യിലായാലും ഞങ്ങൾക്ക് അപ്പം മുറിവെണ്ണ തേക്കണം കേട്ടോ. അപ്പോൾ അച്ഛനോട് പറയണം എനിക്ക് മുറിവെണ്ണ തേക്കണം കയ്യിലെന്നും പറഞ്ഞിട്ട് അച്ഛനെ വിളിച്ച് പറഞ്ഞു. പരാതിയൊക്കെ അച്ഛനോടാണ് പറയുന്നത്. അത് അച്ഛനും അമ്മയും അമ്മമ്മയും ഒക്കെ അടുത്തുണ്ടെങ്കിലും അച്ഛനെ വിളിച്ച് പരാതി പറയുള്ളൂ. ഇതേ കയ്യിലെന്തോ ആയിന്ന് പറഞ്ഞ് ഊതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ വേഗം പോയി മുറിവെണ്ണ എടുത്തിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ പരാതികളുടെ ഒരു കൂമ്പാരമാണ് അച്ചാച്ചൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ. അത് നൈറ്റ് ആയാലും ഡേ ആയാലും അന്ന് നടന്ന സംഭവങ്ങളെല്ലാം അച്ചാച്ചനെ അറിയിച്ചില്ലെങ്കിൽ അവർക്കൊരു സമാധാനം കിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് മുറിവെണ്ണയൊക്കെ തേച്ചതിന് ശേഷം അവളവിടെ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങളിതൊക്കെ കഴുകി ഉരച്ചെടുത്തപ്പോൾ നമ്മൾ കുറച്ച് നേരം മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചപ്പോൾ തന്നെ അതിൻ്റെ കളറൊന്ന് ചേഞ്ചായി. വേറെ എക്സ്ട്രാ കളേഴ്സൊന്നും നമ്മൾ ചേർക്കുന്നില്ല, ഇത് തന്നെ നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതമ്മ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു സാധനമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുന്ന ഒരു കുത്തുകുത്തു പോലത്തെ സാധനമല്ലേ, അതിനൊരു നീണ്ട ഒരു ബ്ലേഡ് ഉണ്ട്, അതിലായിട്ടും മുറിച്ച് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് അപ്പം ഇങ്ങനെ ആക്കിയതിൽ അമ്മ ഏറ്റവും നല്ലത് നോക്കി സെലക്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചു. അപ്പം ഞാൻ കുറച്ച് എണ്ണ ചീനച്ചട്ടിയിൽ ചൂടാൻ വേണ്ടി വെച്ചു. അപ്പം അമ്മ അതിൽ നിന്ന് നല്ല ഷേപ്പുള്ളത് മാറ്റി വെക്കുകയാണ്. ബാക്കിയുള്ളത് കളയുന്നല്ല, ലാസ്റ്റ് നമുക്ക് വേറെ തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് അത് വറുത്തെടുക്കാമെന്ന് പറഞ്ഞു. ഇതൊരാൾക്ക് കൊടുക്കാനുള്ളത് നമ്മൾ ഏറ്റവും നല്ലത് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്, ബാക്കിയുള്ളത് നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ ആ എണ്ണ തിളച്ച് ഒരു തവണ കോരി, അത് ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് രണ്ടാമത് ഇട്ടത് ഇതൊക്കെ കാണിക്കുന്നത്. നമ്മളിങ്ങനെ സെപ്പറേറ്റ് ഇടണം, കാരണം എല്ലാം കൂടി ഒന്നിച്ചിട്ടാൽ എല്ലാം കൂടി ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. വേറെ ഉപ്പും കാര്യങ്ങളും ഒന്നും ചേർത്തിട്ടില്ല, അതൊക്കെ ലാസ്റ്റാണ് കേട്ടോ. അത് നമ്മളിങ്ങനെ വെതറി കൊടുക്കുക എന്ന് പറയും. അപ്പോൾ അങ്ങനെ വെതറി ഇടുക. അതിനുശേഷം ആവശ്യത്തിന് ഇതിനകത്ത് ഇട്ടതിന് ശേഷം ഞങ്ങൾ നന്നായിട്ട് അത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ ഒരു പച്ചപ്പ് ഉണ്ടാവില്ലേ, അതിൻ്റെ വെള്ളം വറ്റി കഴിയുമ്പോൾ അതിങ്ങനെ
ഇങ്ങനെ നമ്മൾ ഇളക്കുമ്പം തന്നെ അതിൽ നിന്ന് സൗണ്ട് ഉണ്ടാകും, ഇങ്ങനെ കലകല സൗണ്ട് ഉണ്ടാകാൻ തുടങ്ങും. അതാണ് അതിൻ്റെ പാകം കേട്ടോ. എനിക്ക് അതിനെക്കുറിച്ച് വേറെ ഇങ്ങനെ ആധികാരികമായി ഒന്നും സംസാരിക്കാൻ അറിയാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ എൻ്റേതായ ഭാഷയിൽ പറയുന്നത്. അപ്പോൾ നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ കളറും ചേഞ്ച് ആയി നമുക്ക് ആവശ്യത്തിനുള്ള കളറായി കിട്ടും. ഇതിനകത്ത് എക്സ്ട്രാ കളേഴ്സൊന്നും ചേർക്കണ്ട. അത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് ഇളക്കി നല്ല പാകമായിട്ട് നോക്കാം. പെട്ടെന്ന് കരിഞ്ഞും പോകും കേട്ടോ ഈ സാധനം. അപ്പോൾ അത് റെഡി ആയതിന് ശേഷം മാത്രം നമ്മളൊരു ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പ് കലക്കി ഒഴിക്കുക. ആദ്യത്തെ തവണ മാത്രമാണ് നമ്മൾ കുറച്ച് നന്നായിട്ട് ഉപ്പ് കലക്കി ഒഴിക്കേണ്ടത്. പിന്നീട് ഈ എണ്ണയിലും ഉപ്പുണ്ടാവും. അതുകൊണ്ട് ഉപ്പിൻ്റെ അളവ് ഓരോ തവണ ഇടുമ്പോഴും കുറച്ച് കുറച്ച് കൊണ്ടുവരിക. പിന്നെ ഉപ്പ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അടുത്ത് നിന്ന് ഒഴിക്കരുത്. തിളച്ച എണ്ണയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ എന്തായാലും പൊട്ടിത്തെറിക്കും. അപ്പോൾ കുറച്ച് ദൂരത്ത് നിന്നിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വീഡിയോ എടുക്കുന്നതാണെങ്കിലും കുറച്ച് ദൂരത്താണ്, അമ്മ കുറച്ച് ദൂരത്താണുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ആ എണ്ണയിലേക്ക് ഉപ്പ് വെള്ളം ഒഴിച്ചപ്പോൾ ഒരു തിളയുണ്ടായിരുന്നില്ല, ആ തിള നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം. അതൊന്ന് അതിൻ്റെ പാകം കേട്ടോ. അതിനുശേഷം കോരിയെടുത്ത് അപ്പം അമ്മ പറഞ്ഞ് കോരിയെടുത്തതൊക്കെ നല്ലതൊക്കെ നോക്കിയിട്ട് ആദ്യം തന്നെ മാറ്റി വെക്കുക. ടേസ്റ്റ് അതിന് ശേഷം നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. അതെന്താണെന്ന് വെച്ചാൽ ടേസ്റ്റ് നോക്കിയാൽ കഴിഞ്ഞാൽ പിന്നെ കൊടുക്കേണ്ട ആൾക്ക് കിട്ടില്ല. അത് അമ്മക്ക് നന്നായിട്ട് അറിയുന്നത് കൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ അതൊക്കെ നല്ല രീതിയിൽ മാറ്റി എടുത്തു വെച്ചു. അതിനുശേഷം ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. അമ്മ പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക.